മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ലൈനിൽ ഉൾപ്പെട്ടയാളാണ് എ കെ ബാലൻ. ബ്രണ്ണൻ കോളേജ് കാലത്ത് തന്നെ എ കെ ബാലൻ പിണറായി വിജയനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇവിടെയും രണ്ടുപേരും പരസ്പരം പിന്തുണയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു ആലോചിച്ചുറപ്പിച്ച പ്രസ്താവനയല്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്നത്. എ കെ ബാലൻ പിന്നീട് വിശദീകരിച്ചെങ്കിലും ഇത്തരമൊരു പ്രസ്താവന ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇത്തരമൊരു പ്രസ്താവനയെ മാധ്യമങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വിശദീകരിക്കുന്നതെന്നും ഒന്ന് ചിന്തിച്ചു നോക്കൂ. BJP പക്ഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ CPIM-നെ അലട്ടുകയാണെന്നാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം അന്ന് വന്നത്. അത് പിടിച്ചു നിർത്താനാണ് ന്യൂനപക്ഷ വിരുദ്ധ കാർഡ് ഇറക്കിയതെന്നുമാണ് മാതൃഭൂമിയുടെ നിരീക്ഷണം. ആ പ്രസ്താവന പോകാൻ ഉദ്ദേശിച്ച വഴി ഇതാകണമെന്നില്ല. പക്ഷേ എത്ര സങ്കീർണമായ വഴികളിലൂടെയാണ് ആ പ്രസ്താവന സഞ്ചരിച്ചത് എന്ന് മാതൃഭൂമിയുടെ മുഖപ്രസംഗം പറഞ്ഞു വെക്കുന്നുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നൽകുന്ന നിർലോഭമായ പിന്തുണയുടെ പിന്നിലും മറ്റു കാരണങ്ങളില്ല എന്നാണ് തൊട്ടടുത്ത ശ്വാസത്തിൽ മാതൃഭൂമി മുഖപ്രസംഗത്തിൽ എഴുതിയത്. പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് എത്ര വിശദീകരിച്ചാലും കാര്യമില്ല. സ്ഥാപിത താല്പര്യക്കാർ ആ പ്രസ്താവനയെ ഉദ്ദേശിക്കാത്ത തൊഴുത്തുകളിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ടാകും. വളരെ ദുർബലമാണ് നമ്മുടെ സാമൂഹിക ഘടന. അതിനെ തകർക്കാൻ ഇത്തരം ചില പ്രസ്താവനകൾ മാത്രം മതി എന്ന ബോധമാണ് ആദ്യം ഉണ്ടാകേണ്ടതെന്ന്